ഗുഡ് ബാഡ് ഉഗ്ലി തല അജിത് കുമാറിൻ്റെ ഒരു സ്പൂഫ് പടം. ഡയറക്ടർ ആദിക് രവിചന്ദ്രൻ. മാർക്ക് ആൻ്റണി എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഒരു റേഞ്ച് മതി ആദിക് രവിചന്ദ്രൻ ആരാണെന്ന് നമുക്കറിയാം. അതിന് തൊട്ട് മുമ്പായിട്ട് തൃഷ ഇല്ലേന നയൻതാര എന്നൊരു പടം എടുത്തിട്ടുണ്ട്. അതാണ് ആദിക് രവിചന്ദ്രൻ. ഇപ്പോൾ അജിത്തുമായിട്ട് കൈ കൊടുത്ത ഈ ഒരു സമയത്ത് ഒരു കിട്ടിലൻ സ്പൂഫ് സിനിമേൻ്റെ അടുത്ത് ചെയ്യുന്ന കുറച്ച് നാളായി അജിത്തിന് ഇങ്ങനെ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി സ്പേസ് ഉള്ളൊരു സിനിമ വന്നിട്ട് അമ്മാതിരി ഒരു പടം. ഇത്രയും നാളായിട്ട് അജിന് ഇങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്യാൻ, കോമഡി, ആക്ഷൻ, റൊമാൻസ്, അങ്ങനെ പല എലമെൻറ്റുള്ള പടം. നായിക തൃഷ, മറ്റു താരങ്ങൾ പ്രഫു, ജാക്കി ഷറഫ്, അർജുൻ ദാസ്, പ്രിയ പ്രകാശ് വാര്യർ, ഗസ്റ്റ് അപ്പിയറൻസ് സിമ്രാൻ, അങ്ങനെ നീണ്ട ഒരു തരനിര പോയിക്കൊണ്ടിരിക്കുകയാണ്. സുനിലൊക്കെ ഉണ്ട്, നമ്മുടെ ജയിലർ സിനിമയിലെ സുനിൽ ആക്ടർ. അങ്ങനെ ഒരു നീണ്ട നിര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത്രയും പേരാണ് താരങ്ങളായി വരുന്നത്. അജിത്തിൻ്റെ പഴയ സിനിമകളുടെയൊക്കെ ഒരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ ഒരു സ്പൂഫ്, ബില്ല, വരലാറ്, അങ്ങനെയുള്ള പടങ്ങൾ, വേതാളം, റെഫറൻസുകൾ അജിത്തിന് ആ രീതിക്ക് വീണ്ടും മേക്ക് ഓവറാക്കി കൊണ്ടുവന്നേക്കുന്ന കുറേ എലമെൻറ്റുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനമായിട്ട് പറയേണ്ട അർജുൻദാസിൻ്റെയാണ് ഡബിൾ റോൾ. അർജുൻദാസ് തകർത്ത് 2 റോളിൻ്റെയും മാനറിസങ്ങൾ, ഹ്യൂമർ സെൻസുകൾ പൊളിച്ചെന്ന് വേണം പറയേണ്ട അമ്മാതിരി പെർഫോമൻസ് അർജുൻദാസ്. ആദ്യമേ ഒരു ഒറ്റ റോളായിട്ട് കാണിക്കും, പിന്നെ ഡബിൾ റോളാണെന്ന് അറിയുന്നത്, അങ്ങനെ ഒരു റിവൈവിലാവുന്നൊരു കുറേ സംഭവങ്ങൾ. ജാക്കി ഷറഫ്, ഇവരുടെയൊക്കെ അതേ മാനറിസം ജാക്കി ഷറഫ്. 2 അർജുൻദാസും അട്ടാറ് കോമഡി. ഇതിൽ എന്നാടി മുനിയമ്മ സോങ്ങിൻ്റെ ഒരു ക്രിയേഷൻ എന്നാടി മുനിയമ്മ സോങ്ങിൻ്റെ ഒരു ക്രിയേഷനുണ്ട് ഇതിനകത്ത്. കിടിലാണ്. അത് നല്ലപോലെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു മറ്റൊരു വെർഷൻ എന്നാടി മുനിയമ്മ. അതാണ് ഈ ഒരു ഹൈലൈറ്റ് എന്ന് പറയും ഒരു പാട്ടിൻ്റെ. അതിൽ അർജുൻദാസിൻ്റെ പെർഫോമൻസ്, ഡാൻസ്, ഇതൊക്കെ വേറെ ലെവലാണ്. പിന്നെ കാർത്തികേയ ദേവുണ്ട് ഇതിനകത്ത്. എനിക്കെന്തോ കാർത്തികേയ ദേവിൻ്റെ ഒരു കഥാപാത്രവും ആക്ടിങ്ങും ഒട്ടും അങ്ങോട്ട് ഒരു എന്തോ ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ എനിക്ക് തോന്നിപ്പോയി കണ്ട സമയത്ത്. ഒരു വല്ലാത്തൊരു ടൈപ്പ് ഒരു കഥാപാത്രം. ഈ ഒരു കഥാപാത്രം മറ്റാരെങ്കിലും കേൾപ്പിച്ചും കുറച്ചുകൂടെ ഒരു ഡെപ്ത്ത് കിട്ടിപ്പോയെന്ന് തോന്നിപ്പോയി എനിക്ക്. അങ്ങനെയൊക്കെ എനിക്ക് തോന്നിപ്പോയി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശയൊക്കെ നോർമൽ പെർഫോമൻസ്, പ്രഫു, അങ്ങനെ പോകുന്നു. ഇതിൽ ഒരു നല്ല കഥയുണ്ട്, റിവഞ്ച് ഉണ്ട്. ആ രീതിക്കാണ് ഈ ഒരു കഥയുടെ ഒരു പോക്കും കാര്യങ്ങളൊക്കെ. എന്തുകൊണ്ടും ഒരു 2 മണിക്കൂറോളം നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റിയൊരു സിനിമയാണ് ഈ ഒരു ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞൊരു സിനിമ. മസ്റ്റായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. അജിത്തിൻ്റെ ഒരു സ്പൂഫ് പെർഫോമൻസ് എല്ലാം കൊണ്ടും വെറൈറ്റി ഒരു കോൺസെപ്റ്റ് പടം. ഇതാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമ റിവ്യൂവും കാര്യങ്ങളൊക്കെ. കൂടുതലൊന്നും പറഞ്ഞില്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഷോർട്ടായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. സോ ഇതാണ് ആ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇത്രയോട് പറയാനായിട്ട്.